ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജീപ്പാസിൻ്റെ ഗാർമെൻറ്റ് സ്റ്റീമറാണ്. ഇത് വാങ്ങാൻ പോയതൊക്കെ ഉമ്മി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം. അപ്പോൾ ഇത് അച്ചപ്പാൻ്റെ കടയിൽ നിന്ന് കേട്ടോ വാങ്ങിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് ജീപ്പാസിൻ്റെ ഗാർമെൻറ്റ് സ്റ്റീമർ. ഇത് 2000 വാൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കാണാം. ആദ്യം തന്നെ അതിൻ്റെ മോട്ടറാട്ടോ, വലിയൊരു ഇതാണ്. പിന്നെ സ്റ്റീം ചെയ്യാനുള്ള സാധനമാണ്, അയൺ ചെയ്യാനുള്ള. പിന്നെ അതിൻ്റെ ഇവിടെ വെക്കണ ബ്രഷാണ്. പിന്നെ ഇത് വെച്ചാലാണ് മനസ്സിലാവുള്ളൂ. ഇവിടെ തൂക്കിയിടാനോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതാണ് ഏറ്റവും മുകളിൽ വരുന്നത്. പിന്നെ ഫിറ്റിങ്ങിൻ്റെ കമ്പിയാണ്. പിന്നെ വാറണ്ടി കാർഡും ഇതിൽ വെക്കണതും പ്ലഗും ഇതൊക്കെ ഇട്ട് കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് ഇനി നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഇതാണ് ഫിറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ കണ്ടോ, അത് ഫിറ്റ് ചെയ്യാനുള്ളൊരു ഹോളുണ്ട്. അതിൽ നമ്മൾ കുത്തി ഇറക്കിയാൽ മതി. അത്രയ്ക്ക് അത് ഇത് എത്ര വേണമെങ്കിലും ഹൈറ്റ് ആക്കാം. ഹൈറ്റ് കുറഞ്ഞവർക്ക്, ഹൈറ്റ് കൂടിയവർക്കൊക്കെ ഇതിങ്ങനെ തുറന്നാൽ മതി. ഇങ്ങനെ എന്തിക്കാം. ഇതും അത്ര ഹൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ ഫിറ്റിങ് ചെയ്യാം. അപ്പോൾ അടുത്തത് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഇത് കറക്റ്റ് ഇങ്ങനെയാണ് ചെയ്യാൻ. ഇവിടെ മുമ്പേക്കാണ് ഈ കമ്പി വരേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്യുക, താഴ്ത്തിയാൽ മതി. പിന്നെ വാറണ്ടി കാർഡിൽ പോണ മറ്റേ ക്ലിപ്പ്, ആഴല്ല പോലെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് ഇത് ഇവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കാണാൻ ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അതിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. പിന്നെ ക്ലിപ്പ് രണ്ടെണ്ണം തന്നിട്ടുണ്ടാവും. അത് 2 ഭാഗങ്ങളിലായിട്ട് അമർത്തുക, കറക്റ്റ് കയറ്റിയിടുക. 2 ഇതിലാണ് ഡ്രസ്സ് തൂക്കിയിട്ട് ചെയ്യാൻ വയ്ക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് ഫിറ്റിങ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് അടിയിലാട്ടോ ഇങ്ങനൊരു ഓള് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഈ തിരിക്കാനുള്ള സാധനം വെച്ചിട്ട് തിരിക്കുക. കറക്റ്റ് തിരിച്ച് ടൈറ്റായി വരുമ്പോൾ തിരിക്കാൻ പറ്റും. അപ്പോൾ ടൈറ്റ് ആക്കിട്ടോ. ഇനി നമുക്ക് ഈ ക്ലിപ്പ് നമ്മൾ വെച്ചേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇരിക്കും. ഇനി ബ്രഷ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബ്രഷ് ഇറക്കി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പാവും. ക്ലിപ്പാക്കണമെങ്കിൽ ക്ലിപ്പാക്കുക. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് ആക്കണമെങ്കിൽ ഇതിൽ വെള്ളം നിറക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വെള്ളം നിറക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് വാട്ടർ ടാങ്ക് വരുന്നത്. അപ്പോൾ വെള്ളം ഇത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ എടുക്കാൻ പറ്റും. എന്താണ് സാധനം ഈ ഓട്ടോക്കട ഇങ്ങനെ വെള്ളം ഇതിങ്ങനെ തുറക്കാം. അപ്പോൾ ഇതിൽ വെള്ളം നിറക്കാം, വെള്ളം ഒഴിക്കാം. ഇത് നിറയണ ആരും വേണമെങ്കിൽ ഒഴിക്കാം. ഇത് കുറച്ച് ഒഴിക്കണുള്ളൂ. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി അടക്കാം. ഇത് ഉണ്ടോ, സ്പ്രിങ് അമർത്തുമ്പോഴാണ് വെള്ളം വരിക. ഇതിന് എങ്ങോട്ട് തിരിച്ചാലും വെള്ളം പോവില്ല. അത് ഈ സ്പ്രിങ്ങിൽ ഈ ഓട്ട വന്ന് തട്ടുമ്പോൾ ഇതിലേക്ക് വെള്ളം പോവാണ് ചെയ്യുക. കേട്ടോ, വെള്ളം പോവാത്ത ഇത് അടക്കാനും
എടുക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ. ഡ്രസ്സ് എങ്ങനെ അയൺ ചെയ്യാന്ന് കാണിച്ചു തരാം. ഇവിടെ വൈറ്റ് ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടോ ക്ലിപ്പ് ചെയ്യുക. അപ്പം ഇതിൽ തോനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് ഇതിൽ കോട്ടൺ ഉണ്ട്, സിൽക്ക് ഉണ്ട്, വൂളുണ്ട്, പോളിസ്റ്റർ ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ കോട്ടനാണ് കേട്ടോ. ഷർട്ടായതുകൊണ്ട് കോട്ടനാണ്. കോട്ടൺ ഇട്ട് കണ്ടോ, ഇവിടെ ലൈറ്റ് കത്തും. അപ്പം തന്നെ പുക വരും, ആവി വരും. കൈ വെച്ചാൽ ചിലപ്പോൾ ചൂടാവും. അപ്പം അത് ആവി വന്നിട്ട് ക്യാമറയിൽ ക്ലിയറായി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് പിടിക്കാം. നമ്മളാണ് എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. നിങ്ങളിതാ പിടിക്കാം കേട്ടോ. കണ്ടോ ചുളി പോണത്. അപ്പോൾ കണ്ടോ ഡിഫറൻസ് കണ്ടോ രണ്ട് ഭാഗത്തും, ഈ ഭാഗം ചെയ്തതും ഈ ഭാഗം ചെയ്യാത്തതും. അപ്പോൾ നമ്മളെല്ലാം അയണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റീമർ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ വേണ്ടവർ പോയി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.